ഹലോ എവ്രി വൺ. ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗാമ ഡീക്കെ ആംഗുലർ മൊമെൻറ്റം ആൻഡ് പാരിറ്റി സെലക്ഷൻ റൂളാണ്. സോ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഗാമ ഡീക്കെ എന്താണെന്നൊന്ന് നോക്കാം. ഗാമ ഡീക്കെ എന്ന് പറയുന്നത് ന്യൂക്ലിയസ് ഒരു എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നിന്ന് അതിൻ്റെ ലോവർ എനർജി സ്റ്റേറ്റിലേക്ക് തിരിച്ചു വരുമ്പം ഉണ്ടാകുന്ന ഒരു എമിഷൻ ഓഫ് റേഡിയേഷനാണ്. സോ ഈ റേഡിയേഷൻ്റെ റേഞ്ച് ഗാമ റേഞ്ചിലായതുകൊണ്ടാണ് നമ്മളിതിനെ ഗാമ ഡീക്കെ എന്ന് പറയുന്നത്. ദെൻ ഈ ഒരു എമിഷൻ നടക്കുമ്പം ഗാമ ഡീക്കെ നടക്കുമ്പം ഉണ്ടാകുന്ന പാരന്റ് ന്യൂക്ലിയസും ആൻഡ് ഡോട്ടർ ന്യൂക്ലിയസിനും അതിൻ്റെ പ്രോട്ടോൺ നമ്പർ ആൻഡ് ന്യൂട്രോൺ നമ്പർ സെയിം ആയിരിക്കും. എന്ന് വെച്ചാൽ ന്യൂക്ലിയസ് അവിടെ ഒരു ചേഞ്ചും നടക്കുന്നില്ല, ബട്ട് അതിൻ്റെ എനർജിയിലാണ് ചേഞ്ച് ഉണ്ടാകുന്നത്. ദെൻ ഒരു ഗാമ ഡീക്കെയിൽ ഗാമ റേഡിയേഷൻസിൻ്റെ എനർജി റേഞ്ച് എന്ന് പറയുന്നത് 0.1 to 10 മെഗാ ഇലക്ട്രോൺ വോൾട്ടും അതുപോലെ വേവ് ലെങ്ത്തിൻ്റെ റേഞ്ച് 10⁴ to 100 ഫെക്ടോമീറ്ററും ആണ്. ദെൻ ഇത്രയാണ് ജനറലായിട്ട് നമ്മൾ ഒരു ഗാമ ഡീക്കെൻ്റെ ഒരു ഔട്ടർ ലൈൻ പറയുകയാണെങ്കിൽ. സോ ഇനി നമ്മൾ സെലക്ഷൻ റൂളിലേക്ക് പോകാം. നമ്മൾ സെലക്ഷൻ റൂളിൽ നമുക്ക് ആംഗുലാർ മൊമെൻറ്റം ആൻഡ് പാരിറ്റി സെലക്ഷൻ റൂൾസാണ് പറയുന്നത്. ആദ്യം നമ്മൾ selection rule for emission of electric or magnetic multipole radiation may be obtained from the angular momentum and parity of the field. Angular momentum and parity of the fieldൻ്റെ angular momentum parity വെച്ച് നമുക്ക് selection rules പറയാം. So then the excited state of nucleus radiate energy and angular momentum L is the angular momentum of the gamma radiation. നമുക്കറിയാം എക്സൈറ്റഡ് ന്യൂക്ലിയസിന് അതൊരു എനർജി റേഡിയേറ്റ് ചെയ്യും. ആ ഒരു അവിടെ ഉണ്ടാകുന്ന മൊമെൻറ്റം എന്ന് പറയുന്നത് എല്ലാണ്. ആംഗുലർ മൊമെൻറ്റം ഓഫ് ഗാമ റേസ് അവിടെ നിന്ന് റേഡിയേറ്റഡ് ആയിട്ടുള്ള ഈ ഗാമ റേസിൻ്റെ ആംഗുലർ മൊമെൻറ്റം എല്ലാണ്. ദെൻ നമ്മൾ ഇനീഷ്യലായിട്ടുള്ള ഒരു സ്റ്റേറ്റും ഫൈനൽ സ്റ്റേറ്റും കൺസിഡർ ചെയ്യാണ്. ആദ്യം നമ്മൾ കൺസിഡർ ചെയ്യുക ഗാമ ഫ്രം എ ഇനീഷ്യൽ എക്സൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് ആംഗുലർ മൊമെൻറ്റം I and parity pi I to a final state IF and pi F. Conservation of angular momentum states that total initial angular momentum is equal to the final angular momentum, that is II is equal to IF plus L. This requires that the difference of angular momentum II is of initial state and IF of a final state should be equal to L. The possible value of L are modulus II minus IF to modulus II plus IF, which means the total angular momentum നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഈ ഇനീഷ്യൽ സ്റ്റേറ്റിൻ്റെതെന്ന് പറയുന്നത് II is equal to final state plus angular momentum of radiated gamma rays ആയിരിക്കും. സോ ഇനി നമ്മൾ ഇതിൽ ഡിഫറൻസ് എന്ന് വെച്ചാൽ ഇനീഷ്യലിൻ്റെയും ഫൈനലിൻ്റെയും ഡിഫറൻസ് ആയിരിക്കും ഇതിൻ്റെ ഇടയിൽ നമുക്ക് റേഡിയേറ്റഡ് ആയിട്ടുള്ള ഗാമ റേസിൻ്റെ ആംഗുലർ മൊമെൻറ്റം. സോ അതിൻ്റെ ഒരു റേഞ്ച് എന്ന് പറയുന്നത് പോസിബിൾ വാല്യൂസ് എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് II മൈനസ് IFും II പ്ലസ് IFും ആയിരിക്കും. സോ ദ സെലക്ഷൻ റൂൾ ഫോർ ആംഗുലർ മൊമെൻറ്റം ഫോർ ബോത്ത് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് റേഡിയേഷൻസ് ക്യാൻ ബി റിട്ടൺ ആസ് മോഡുലസ് II മൈനസ് IF ലെസ് ദാൻ ഓർ ഈക്വൽ ടു L or ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് II പ്ലസ് IF. ഇതാണ് ആംഗുലർ മൊമെൻറ്റത്തിൻ്റെ സെലക്ഷൻ റൂൾ. സോ നമുക്ക് ഇനി പാരിറ്റി സെലക്ഷൻ റൂളിനെ കുറിച്ച് നോക്കാം. ദ പാരിറ്റി ഓഫ് ന്യൂക്ലിയസ് മേ ഓർ മേ നോട്ട് ചേഞ്ച് ഇൻ എ മൾട്ടിപ്പോൾ ട്രാൻസിഷൻ. പാരിറ്റി ഒന്നെങ്കിൽ ചേഞ്ച് ചെയ്യാം, അല്ലാതെ കേസിൽ ചേഞ്ച് ചെയ്യാതിരിക്കാം. അങ്ങനെ രണ്ട് പോസിബിലിറ്റീസ് ഉണ്ട് പാരിറ്റിക്ക്. അപ്പം ദ റിലേറ്റീവ് പാരിറ്റി ഓഫ് എ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ സ്റ്റേറ്റ് ഡിറ്റർമൈൻ ദ ടൈപ്പ് ഓഫ് റേഡിയേഷൻ. അപ്പം ഈ പാരിറ്റിയിലുള്ള റിലേറ്റീവ് ആയിട്ടുള്ള ചേഞ്ചാണ് നമുക്ക് ഇനീഷ്യൽ ആൻഡ് ഫൈനൽ സ്റ്റേറ്റിലുള്ള റിലേറ്റീവ് ചേഞ്ചാണ് നമുക്ക് ടൈപ്പ് ഓഫ് റേഡിയേഷൻ എന്താണെന്ന് കാണിച്ചു തരാം. ഇഫ് ഡെൽറ്റ പൈ ഇസ് ഈക്വൽ ടു നോ, ദെൻ റേഡിയേഷൻ ഫീൽഡ് മസ്റ്റ് ഹാവ് ഈവൻ പാരിറ്റി. എന്ന് വെച്ചാൽ പാരിറ്റിയിലൊരു ചേഞ്ച് ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ കാണിക്കുന്നത് ഈവൻ പാരിറ്റിയാണ്. ഇനി ഡെൽറ്റ പൈ ഈസ് ഈക്വൽ ടു യെസ് ആണെങ്കിൽ ദെൻ റേഡിയേഷൻ ഫീൽഡ് മസ്റ്റ് ഹാവ് ഓഡ് പാരിറ്റി. ദെൻ അവിടെ ഉണ്ടാകുന്നത് ഓഡ് പാരിറ്റി ആണെന്ന് പറയുന്നു. ആൻഡ് വി ഹാവ് ഫോളോയിങ് റൂൾ ഫോർ കമ്പൈനിങ് ഓഫ് പാരിറ്റി ഓഫ് ഇനീഷ്യൽ ആൻഡ് ഫൈനൽ സ്റ്റേറ്റ് ഇൻ ദ electric
മൾട്ടിപ്പിൾ ട്രാൻസിഷൻ. ഇലക്ട്രിക് മൾട്ടിപ്പിൾ ട്രാൻസിഷൻ ആണെങ്കിൽ നമുക്ക് ഉണ്ടാകുന്ന അവിടെ പാരിറ്റീൻ്റെ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ സ്റ്റേറ്റിൻ്റെ ഒരു കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു റൂൾ എന്ന് പറയുന്നത് പൈ ഓഫ് ഇലക്ട്രിക് ഇസ് ഈക്വൽ ടു -1/L. ഇവിടെ L എന്ന് പറയുന്നത് നമുക്കറിയാം ആംഗുലാർ മൊമെൻ്റ് നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ കാര്യം തന്നെയാണ്. ദെൻ ഇലക്ട്രിക് ട്രാൻസിഷൻ ഹാവ് ഈവൻ പാരിറ്റി ഫോർ ഈവൻ വാല്യൂസ് ഓഫ് L. നമുക്ക് ഈ ഒരു ഇക്വേഷൻ തന്നെ മനസ്സിലാവും -1/L ആണ്. അപ്പം ഈ എല്ലിൻ്റെ വാല്യൂ ഓടാവുന്ന കേസിലൊക്കെ അത് മൈനസ് വരും, അല്ലാത്ത കേസിലൊക്കെ അത് 1 തന്നെയാണ് വരിക. സോ നമുക്ക് ഈ ഇതിൻ്റെ എല്ലിൻ്റെ വാല്യൂ ഈവൻ ആവുന്ന കേസിലൊക്കെ ഇത് കാണിക്കുന്നത് ഈവൻ പാരിറ്റി ആണെന്ന് പറയാം. ആൻഡ് വി ഫൈൻഡ് ദാറ്റ് ദ magnetic multipole transition, the relation between parity of the initial and final state is pi ml is equal to -1/L+1. Magnetic transition have even parity for odd values of L. അത് നമുക്ക് ഇപ്പം തൊട്ട് മുമ്പത്തെ ഇക്വേഷനിലുള്ളത് മാതിരി തന്നെ ഇതിൽ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. മാഗ്നറ്റിക് മൾട്ടിപോൾസിൻ്റെ കേസിൽ വരുന്ന നേരം പാരിറ്റിൻ്റെ നമുക്ക് റൂൾ എന്ന് പറയുന്നത് പൈ ഓഫ് ml ഈക്വൽ ടു -1/L+1 ആണ്. ഇതിൽ L+1ൻ്റെ വാല്യൂ ഈവൻ ആവുമ്പോൾ ഈ വാല്യൂ 1 ആവും, എന്ന് വെച്ചാൽ ഈവൻ പാരിറ്റി ആവും. അപ്പം ആ ഒരു കേസ് വരുന്നതെന്ന് വെച്ചാൽ എല്ലിൻ്റെ വാല്യൂസ് ഓടാവുന്ന കേസാണ്. സോ ദെൻ നമ്മൾ ഡെൽറ്റ പൈ ഇസ് ഈക്വൽ ടു നോ എന്ന് പറയുന്നത് ഈവൻ ഇലക്ട്രിക് മൾട്ടിപോൾസ് ആണെന്ന് മനസ്സിലാവുന്നുണ്ട്. ആൻഡ് ഓഡ് മാഗ്നറ്റിക് മൾട്ടിപോൾസ്. ഡെൽറ്റ പൈ എന്ന് പറയുന്ന കേസ് നമ്മളിപ്പം ഇതിൽ രണ്ടിലുള്ള ഡിഫറൻസ് നമ്മൾ കണ്ടല്ലോ. ഇനി അപ്പം അത് നോ ആവുന്ന കേസിൽ ഈ ഇലക്ട്രിക് മൾട്ടിപോൾസിൻ്റെ പാരിറ്റി ഈവനും മാഗ്നറ്റിക് മൾട്ടിപോൾസിൻ്റെ പാരിറ്റി ഓടും ആയിരിക്കും. അതേസമയം ഡെൽറ്റ പൈ എസ് ആവുന്ന നേരം ഇലക്ട്രിക് മൾട്ടിപോൾസിന് ഓഡ് പാരിറ്റിയും മാഗ്നറ്റിക് മൾട്ടിപോൾസിന് ഈവൻ പാരിറ്റി ആയിരിക്കും ഉണ്ടാവുക. ദ റൂൾ given above for the angular momentum and parity changes are summarized in the table below. These rules are called selection of gamma ray transition. ഈ റൂൾസിനാണ് സെലക്ഷൻ ഓഫ് ഗാമ റേ ട്രാൻസിഷൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ ആംഗുലാർ മൊമെൻറ്റും പാരിറ്റീൻ്റെയും സെലക്ഷൻ റൂൾസിനെ നമുക്കൊരു സമ്മറൈസ് ചെയ്ത് നമ്മളൊരു ടേബിളിൽ കാണിക്കുകയാണ്. സോ ദ ടേബിൾ ഈസ് ഇവിടെ ഇലക്ട്രിക് ഡൈപോൾസ് ആവുന്ന നേരം സിമ്പിൾ E1 എന്നാണ് നമ്മൾ കൊടുക്കുന്നത്. ദെൻ സിമിലർലി മാഗ്നറ്റിക് ഡൈപോൾ പറയുമ്പോൾ M1 കൊടുക്കുന്നു. ഇലക്ട്രിക് ക്വാഡ്രോപോൾ കൊടുക്കുന്ന നേരം E2 കൊടുക്കുന്നു. സിമിലർലി മാഗ്നറ്റിക്. ദെൻ ഒക്ടോപോൾ കാണിക്കുന്നുണ്ട്, അതിൽ E3 കൊടുക്കുന്നു. സെയിം ആയിട്ട് മാഗ്നറ്റിക്കിൻ്റെ കേസും പറയുന്നു. പിന്നെ ഇലക്ട്രീൻ 16 പോൾ കാണിക്കുന്നിടത്ത് E4 വെച്ച് നമ്മൾ നോട്ടേറ്റ് ചെയ്യുന്നു. ദെൻ similar in the case of magnetics. So then ഇവിടെ സെലക്ഷൻ റൂള് പ്രകാരം നമ്മൾ ഓൾറെഡി നമുക്ക് ഇക്വേഷൻ വെച്ചിട്ട് നമുക്കറിയാം എന്തൊക്കെയായിരിക്കും വരിക എന്നുള്ളത്. അവിടെ ഇലക്ട്രിക് ഡൈപോളിൻ്റെ കേസിൽ ഡെൽറ്റ ഐ ഇസ് ഈക്വൽ ടു 1, മാഗ്നറ്റിക് ഡൈപോളിൻ്റെ കേസിലും 1. ഇനി ക്വാഡ്രപോൾ ആകുമ്പോൾ അത് 2 ആവുന്നു, ഒക്ടോപോൾ ആകുമ്പോൾ അത് 3 ആവുന്നു, 16 പോൾ ആകുമ്പോൾ അത് 4 ആവുന്നു. നമ്മൾ സിമ്പിൾ കൊടുത്ത അതിലുള്ള അതേ നമ്പേഴ്സ് തന്നെയാണ് വരുന്നത്. ദെൻ ഡെൽറ്റ പൈ പാരിറ്റീൻ്റെ കേസ് വരുന്ന നേരം അവിടെ ഇലക്ട്രിക് ഡൈപോളിൻ്റെ കേസ് യെസ് ആവുന്നു. സെയിം ടൈം മാഗ്നറ്റിക് ഡൈപോളിൻ്റെ കേസ് നോ ആവുന്നു. നമ്മൾ ഇപ്പം തൊട്ടുമുമ്പുള്ള കേസിൽ നമുക്ക് മനസ്സിലായതാണ് ഇലക്ട്രിക് ഡൈപോൾ ഈവൻ പാരിറ്റി കാണിക്കുന്ന സമയത്ത് മാഗ്നറ്റിക് ഡൈപോൾ ഓഡ് പാരിറ്റിയാണ് കാണിക്കുന്നത്. സോ ആ ഒരു ചേഞ്ചാണ്. ആദ്യത്തേത് യെസ് ആയപ്പം രണ്ടാമത്തേത് നോ ആണ് വന്നത്. ആൻഡ് ക്വാഡ്രപോളിൻ്റെ കേസിൽ ഇലക്ട്രിക് ക്വാഡ്രപോൾ നോവും മാഗ്നറ്റിക് യെസ്സും ആണ്. ദെൻ ഒക്ടോപോളിൻ്റെ കേസിൽ ഇലക്ട്രിക് ഡൈപോൾ യെസ്സും മാഗ്നറ്റിക് നോവും ആണ്. 16 പോളിൽ വീണ്ടും ഇലക്ട്രിക് നോ മാഗ്നറ്റിക് യെസ് ആണ് കേസ് വരുന്നത്. നമുക്ക് ആൾട്ടർനേറ്റ് ആയിട്ട് വരികയാണെന്നുള്ളത് മനസ്സിലാവുന്നുണ്ട്. ആദ്യത്തേന് ഇലക്ട്രിക് ആണ് യെസ് എങ്കിൽ രണ്ടാമത്തേന് മാഗ്നറ്റിക് ആണ് യെസ് ആയിട്ട് വരുന്നത്. അങ്ങനെ ആൾട്ടർനേറ്റ് ആയിട്ട് ചേഞ്ച് വരികയാണ് ചെയ്യുന്നത്. നോട്ട് ദാറ്റ് ഇൻ ജനറൽ മോർ ദാൻ വൺ ടൈപ്പ് ഓഫ് മൾട്ടിപോൾ ട്രാൻസിഷൻ ഈസ് പോസിബിൾ ബിറ്റ്വീൻ 2 സ്റ്റേറ്റ്സ്. ഒരു ജനറൽ ആയിട്ടുള്ള കേസ് പറയുകയാണെങ്കിൽ നമുക്ക് ഇതുപോലുള്ള മോർ ദാൻ വൺ ആയിട്ടുള്ള മൾട്ടിപ്പിൾ
ട്രാൻസിഷൻസ് പോസിബിൾ ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് സെലക്ഷൻ റൂൾസ്. താങ്ക് യു.